ജീവിതത്തിന് വലിയ വിടുതലായി തീരട്ടെ. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് ഓരോ ദിവസവും കർത്താവിനോടൊപ്പം നടക്കുവാൻ അത് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ ദിവസങ്ങളിൽ ഈ പഠിച്ച വചനം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ഓരോ ദിവസവും അങ്ങനെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കട്ടെ. ഇന്ന് രാത്രിയിൽ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം അതിൻ്റെ അവസാനത്തെ അധ്യായം നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിലെ ചില വാക്യങ്ങൾ. അപ്പോസ്തലൻ യാക്കോബ് ദൈവജനത്തിന് ഈ ദൂത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം എല്ലാവരും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം. വിശ്വാസത്തിൽ വർദ്ധിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിലുള്ള വിശ്വാസം നമ്മളെ മാറ്റുന്നതാണ്. അത് നമ്മളിൽ അതിൻ്റെ ക്രിയ ചെയ്യുവാനും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ആരെങ്കിലും ഒരാൾ പറയുകയാണ് എന്നിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ യാക്കോബ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ ഈ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധയോടുകൂടെ പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ UK-യിലും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇടപെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവേൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അപ്പം ഈ വചനം കേൾക്കുമ്പം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു ചിന്ത, ശരിക്കും ഒരു ദൈവപൈതലിന് പണം സമ്പാദിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നു. ശരിക്കും നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ? ശരിക്കും നമുക്ക് പണം ശേഖരിച്ച് അല്ലെങ്കിൽ നമുക്ക് ധനവാൻ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുമോ? ഇത് സാധാരണ ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. കാരണം ഒരു സമയത്ത് ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പണസമ്പാദനത്തിന് വേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്തിരുന്നില്ല എന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വായിക്കുകയും അങ്ങനെയുള്ള കഥകൾ നമ്മൾ കേട്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി. എവിടെ നോക്കിയാലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പണസമ്പാദനം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്ന ഒരവസ്ഥ. അപ്പം നിശ്ചയമായിട്ടും ഇത് ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണെങ്കിലും ഇന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. യാക്കോബ് അപ്പോസ്തലൻ ആരോടായിരിക്കും ഇത് പറഞ്ഞത്? ഇത് അവിശ്വാസികളായിട്ടുള്ള ആളുകളോടാണോ പറഞ്ഞത്? അതോ ഇത് വിശ്വാസികളായിട്ടുള്ള ധനവാന്മാരോടാണോ പറഞ്ഞത്? ഇനി മൂന്നാമതായി അവിശ്വാസികളായിട്ടുള്ള ധനവാന്മാരായിട്ടുള്ള ആളുകൾ സഭയിൽ കടന്നു വരുന്നുണ്ട്, അവരോടാണോ ഇത് പറയുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള അവിശ്വാസികളായിട്ടുള്ള ധനവാന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അതോ വിശ്വാസികളായിട്ടുള്ള ധനവാന്മാരെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അതോ അവിശ്വാസികളായിരിക്കെ തന്നെ അവർ ദൈവസഭയിലൊക്കെ വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? നിശ്ചയമായിട്ടും യാക്കോബ് അപ്പോസ്തലൻ ഈ കാര്യം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്കറിയാം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരുവൻ്റെ ജീവിതത്തെ എല്ലാ രീതിയിലും അത് ബാധിക്കും. അവൻ്റെ ചിന്താഗതിക്ക് വ്യത്യാസം വരുന്നു, അവൻ്റെ രീതികൾക്ക് വ്യത്യാസം വരുന്നു, അവൻ്റെ ജീവിതത്തോടുള്ള മനോഭാവത്തിന് വ്യത്യാസം വരുന്നു. അവൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ യേശുവിലുള്ള വിശ്വാസം അതിനെ സ്വാധീനിക്കും.
അപ്പം നിശ്ചയമായിട്ടും നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. പുറത്തുള്ള ആളുകളെക്കുറിച്ച് തനിക്ക് അങ്ങനെ വലിയ കാര്യമായി പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അകത്ത് കടന്നു വരുന്ന ആളുകളോടായിരിക്കാം ഇത് പറയുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്തുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം ഇപ്പോഴേ നിങ്ങൾ കരഞ്ഞ് മുറയിടുവിൻ എന്ന് പറയാനുള്ള കാരണം എന്താ? നിങ്ങളുടെ ധനം എല്ലാം ദ്രവിച്ചു പോകും. ഈ ഉടുപ്പെല്ലാം, നിങ്ങൾ വെച്ചിരിക്കുന്ന വില കൂടിയ ഉടുപ്പുകളൊക്കെ അത് പുഴുവരിച്ചു പോകും. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി യുവർ ഗാർമെൻറ്റ്സ് ആർ മോത്ത് ഈറ്റൻ. നമുക്കറിയാം, ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വുളൻ ക്ലോത്ത്സുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുതരം പ്രത്യേക ജീവികൾ വന്നും അത് മുഴുവൻ അതിനകത്ത് അത് തിന്ന് അതിനകത്തെല്ലാം ചെറിയ ചെറിയ കുഴികൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടാകുവാൻ കൊണ്ടമിടയായി തീരും. അപ്പം he's just talking about the impending judgment that is going to come upon this group of people. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിലുള്ള ആളുകളുടെ മേൽ വരുവാൻ പോകുന്ന ആ വലിയ ഒരു ന്യായവിധിയുടെ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. നിങ്ങളുടെ പൊന്നെല്ലാം പോകും, നിങ്ങളുടെ വെള്ളിയെല്ലാം പോകും, അതുപോലെ തീയെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നമ്മൾ മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, യു ഹവ് ലെയ്ഡ് അപ്പ് ട്രഷേഴ്സ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഹോൾഡിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. അന്നത്തെയൊക്കെ സമയത്ത് വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമായിരുന്നു ധനവാന്മാരായിട്ടുള്ള ആളുകൾ. ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ 70 മുതൽ 80 വരെയുള്ള ശതമാനം ആളുകൾ വെറും സാധാരണപ്പെട്ട ആളുകളായിരുന്നു. ഈ അടുത്ത 20% പെടുന്ന ആളുകൾ, അവൾ കുറേ ഭാഗം ഒരു മീഡിയം അല്ലെങ്കിൽ മിഡിൽ റേഞ്ചിലുള്ള ആളുകളായിരിക്കും. അതിലും ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഏറ്റവും ധനവാന്മാരായിട്ടുള്ള ആളുകൾ. അപ്പം എന്തുകൊണ്ടായിരിക്കാം യാക്കോബ് അപ്പോസ്തലൻ ഇത്ര കഠിനമായി ഈ ആളുകളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നു, നിങ്ങൾ ഇവരുണ്ടാക്കിയിരിക്കുന്ന, ഞാനത് വാക്യം വായിക്കുന്നതിന് മുന്നേ അങ്ങ് പറയാം, ഇവര് നേരായ മാർഗത്തിലൂടെ അല്ല പണം സമ്പാദിച്ചിരിക്കുന്നത്. നേരായ മാർഗത്തിലൂടെ അല്ല പണം സമ്പാദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ, അധ്വാനിക്കുന്ന ആളുകൾക്ക് അർഹമായി കൊടുക്കേണ്ട കൂലി കൊടുക്കാതെ അവരെ പറ്റിച്ച്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇവർ പൈസ ഈടാക്കി അങ്ങനെ അവര് പണം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ നീതിയില്ലാതെ പണം സമ്പാദിക്കുന്നു. ന്യായത്തിൻ്റെ മാർഗത്തിലല്ലാതെ പണം സമ്പാദിക്കുന്നു. ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാ, യേശുവിൻ്റെ സുവിശേഷം ഉള്ളിൽ വന്ന് കർത്താവിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരാളെ കളിപ്പിക്കുവാൻ സാധിക്കുമോ? മറ്റൊരാളെ അന്യായമായി അവൻ്റെ പക്കൽ നിന്ന് പണം പിടുങ്ങുവാൻ സാധിക്കുമോ? ശരിയായിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെ. കാരണം ഒരുപക്ഷെ അവൻ പള്ളിയിൽ വന്നിരിക്കാം, ഒരുപക്ഷെ അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് ഒരിക്കൽ പറഞ്ഞിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്ക്, യേശുവിലുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ പറ്റിക്കുവാൻ അല്ലെങ്കിൽ മറ്റൊരാളെ ഡിഫ്രോഡ് ചെയ്യുവാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. കാരണം ഈ സ്നേഹം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപക്ഷെ പള്ളി വരുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇവരുടെ പോക്ക് കറക്റ്റായിട്ടുള്ള വേയിലുള്ള രീതിയിലല്ല. അന്നത്തെ സമയത്ത് അങ്ങനെ ആലയത്തിൽ കടന്നു വരുന്ന ആളുകളുണ്ടായിരുന്നു. പണമുള്ള ആളുകളും ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഉണ്ടാക്കുന്ന പണം നേരായ മാർഗത്തിലൂടെ അല്ല. ഇന്നും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. എല്ലാ രീതിയിലുമുള്ള പറ്റിപ്പ് നടത്തുന്ന ആളുകൾ. ചില ആളുകൾക്ക് വേണ്ടി ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റാറുണ്ട്. ചിലർ
അവരുടെ ബിസിനസ്സിനകത്ത് കള്ളത്തരങ്ങൾ കാണിച്ച് അവർ പണം ഉണ്ടാക്കാറുണ്ട്. ചിലർ ഗവൺമെൻറ്റിനെ പറ്റിച്ച് പണം ഉണ്ടാക്കാറുണ്ട്. ചിലർ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റംസ് എല്ലാം അവർ അതിൻ്റെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി അതിലൂടെ പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. നേരായ മാർഗത്തിലൂടെ അല്ല പണം സമ്പാദിക്കുന്നെങ്കിൽ അവരുടെ എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിലുള്ള ഒരുവന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, കർത്താവിനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഒരുപക്ഷെ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണാൻ വേണ്ടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി, ഒരു അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി. യേശു അവനോട് പറഞ്ഞു, അവിടെ വന്നപ്പോൾ യേശു അവനെ നോക്കി അവനോട് പറഞ്ഞു, സക്കായിയെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. യേശു അവനോട് നീ ഇങ്ങനെയൊക്കെ ആകണം കേട്ടോ, നീ ശരിയാകണം കേട്ടോ, നിന്റെ പോക്ക് നേരെയല്ല കേട്ടോ, നീ യഥാർത്ഥത്തിൽ യഹൂദ ജനത്തെ മുഴുവൻ പറ്റിക്കുന്ന ഒരുവനാണ് കേട്ടോ എന്നൊന്നും യേശു സക്കായിയോട് പറഞ്ഞില്ല. സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വസിക്കാൻ താല്പര്യപ്പെടുന്നു. സക്കായിക്ക് വലിയ സന്തോഷമായി. സക്കായി യേശുവിനെ കൊണ്ടുപോയി. യേശു അവിടെ ചെന്ന് സക്കായിയുടെ കുഴപ്പങ്ങളും കുറവുകളും സക്കായി ചെയ്ത കാര്യങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞ് സക്കായിയെ നാണം കെടുത്താനൊന്നും പോയില്ല. സക്കായിയുടെ കൂടെ യേശു വസിച്ചപ്പം സക്കായി യേശുവിൻ്റെ ഇരിക്കെ വന്നേച്ച് പറഞ്ഞു, ഞാൻ അന്യായമായി ചിലത് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ തിരികെ കൊടുക്കാം. അത് മാത്രമല്ല, അതിൻ്റെ ചില മടങ്ങുകൂടി ഞാൻ തിരികെ കൊടുക്കാം. ഇതെങ്ങനെ സംഭവിച്ചു? യേശു അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ, യേശുവിന് അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം വന്നപ്പം അവൻ്റെ ചിന്താഗതിക്കും അവൻ്റെ പ്രവർത്തന രീതിക്കും വ്യത്യാസം വന്നു. അപ്പം ഒരുവൻ്റെ ജീവിതത്തിൽ യേശു വന്നു കഴിയുമ്പം അവൻ്റെ ബിസിനസ് മോഡ് മൊത്തം മാറും. കള്ളത്തരം കാണിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വിശ്വാസികളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം എവിടെയോ വെച്ച് യേശുവിലുള്ള വിശ്വാസവും യേശുവിനോടുള്ള സ്നേഹവും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവിക്കാം. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് ഇങ്ങനെ 2 യജമാനന്മാരെ സെർവ് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ തക്കോണം സാധ്യമല്ല എന്നുള്ളൊരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിലെ മാറ്റമില്ലാത്ത സത്യമാണ്. അപ്പം ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു, അത് നഷ്ടപ്പെട്ടു, അവരുടെ വിശ്വാസം നിർജീവമായി എന്ന് വേണം കരുതാൻ. അപ്പം ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒന്ന്, തെറ്റായ രീതിയിൽ അവർ പണം സമ്പാദിക്കുന്നു. തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്നു. അത് ഇന്ന് നമ്മളെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വിവിധ രീതിയിൽ ആളുകളെ ഡിഫ്രോഡ് ചെയ്യുന്നവരായി, ഗവൺമെൻറ്റിനെ പറ്റിക്കുന്നവരായി, അങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന് അത് കോട്ടം സംഭവിക്കുകയും ചെയ്യാം. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത്, ഇവർ കൂലി കൊടുക്കുന്നില്ല, നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. സാധുക്കളായ ആളുകളുടെ അവരുടെ വിഷമം കാണുന്നില്ല, അവരെ ട്രീറ്റ് ചെയ്യേണ്ടവണ്ണം ട്രീറ്റ് ചെയ്യുന്നില്ല, അവരെ കരുതുന്നില്ല. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം? ഒന്ന്, ഇവരുടെ പണത്തോടുള്ള ആർത്തിയുടെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അവരത് കുന്നുകൂട്ടി വയ്ക്കുവാനുള്ള ഒരു മനസ്സ്. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം തെറ്റായ രീതിയിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടു, ഈ സാധാരണപ്പെട്ട ആളുകളുടെ നിലവിളിയൊന്നും അവർക്ക് കേൾക്കാൻ മനസ്സില്ല. എന്താ ഈ നിലവിളിയുടെ കാരണം? എന്താ? അവരുടെ കൂലി പിടിച്ചു വയ്ക്കുക മാത്രമല്ല, അടുത്ത ഭാഗം പറഞ്ഞേക്കുന്ന കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. അന്നത്തെ കാലത്ത് കൊയ്ത്ത് നടക്കുമ്പം അവർ സാധാരണഗതിയിൽ അത് മൊത്തം കൊയ്തുകൊണ്ട് അങ്ങ് പോകത്തില്ല. അവരതിൻ്റെ ഒരു ഭാഗം അവിടെ നിർത്തിയേക്കും. കറ്റകൾ ഇങ്ങനെ മൊത്തം പെറുക്കിക്കൊണ്ട് പോകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലുമൊക്കെ വന്ന് അതെടുക്കുന്നെങ്കിൽ അത് എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവരത് നിലനിർത്തും. അതേപക്ഷെ അത് മൊത്തം വിളവും അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കെ. നമ്മൾ ഇന്നത്തെ സമയത്തും അനേക ആളുകളുണ്ട്, നമ്മുടെ പറമ്പിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഇവിടെ അത് ബാധകമല്ലെങ്കിൽ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു കാര്യം പോലും അടുത്തൊരു മനുഷ്യനെടുത്താൽ അത് വലിയ പ്രശ്നമാകും. തെങ്ങിൽ നിന്ന് വരുന്ന ഓല ഒരാൾ എടുത്താൽ അത് പ്രശ്നമാണ്.
അത് ദൈവമക്കൾക്ക് ചേരുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല, ദൈവമക്കൾക്ക് ചേരുന്ന ഒരു മനസ്ഥിതി അല്ലത്. അപ്പം ഇവിടെ ഈ ധനവാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കാര്യം മാത്രം നോക്കി അവർ ശേഖരിച്ചു വയ്ക്കുന്നു. അവർ തെറ്റായ മാർഗത്തിലൂടെ ഈ പണം ഉണ്ടാക്കുന്നത്. അടുത്ത പറഞ്ഞേക്കുന്ന കാര്യം, പാവപ്പെട്ടവരുടെ നിലവിളി അവർ കേൾക്കുന്നതേയില്ല, അവരത് കരുതുന്നില്ല. പിന്നെന്താ 5-ാമത്തെ വാക്യം പറയുക, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. അവരുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് ചിന്തിച്ച് വല്ലാതെ ലക്ഷറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്ലഷറിന് വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആഡംബരം എന്നുള്ളൊരു കാര്യം മാത്രമാക്കി അവർ മാറ്റി. അതാണ് അവരുടെ നേരെയുള്ള ആരോപണം. ഇവിടെ ആദ്യം യാക്കോബ് അപ്പോസ്തലൻ പറയുക, ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം, ധനം നമ്മളെ ഈ തെറ്റായ മാർഗത്തിലേക്കെല്ലാം കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പണം കൂടിക്കഴിയുമ്പം നമുക്കത് കൂടുതൽ ശേഖരിക്കണമെന്നൊരു ചിന്തയുണ്ടാകും, എങ്ങനെയും ശേഖരിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടാകും. മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ കഷ്ടത കാണാതെ അവരെ ചൂഷണം ചെയ്യുവാനൊരു മനസ്സുണ്ടാകും. ഇതെല്ലാം എനിക്ക് വേണ്ടി എന്നുള്ള ചിന്താഗതിയിൽ നമ്മുടെ ആഡംബരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം ഇവിടെ അത് പറയുക, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ചിന്താഗതി ഇവിടെയാണെല്ലാം, ഇവിടുത്തെ സുഖമാണെല്ലാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പണത്തിന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇവർക്ക് ഇതെല്ലാം സംഭവിച്ചു. അപ്പം അവരെ നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ മേൽ ശിക്ഷാവധി വരുക, കാരണം നിങ്ങളുടെ പണം നിങ്ങളെ ഈ രീതിയിലൊക്കെ ആക്കി. ഇനി 6-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് ആരുടെ മേലും ജഡ്ജ് ചെയ്യുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. ഞങ്ങൾക്കാണ് എല്ലാത്തിൻ്റെ മേൽ അവസാനത്തെ സേ ഉള്ളത്. അവർക്കിഷ്ടമുള്ളതുപോലെ അവരാളുകളെ വിധിക്കുന്ന മനോഭാവം. അപ്പം ഇതെല്ലാം പണത്തിന് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റമാണ്. പണം വർദ്ധിച്ചു വരുമ്പം നമ്മളിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളായി ഈ പറഞ്ഞതെല്ലാം. അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് നിർജീവമായി തീർന്നു. അങ്ങനൊരവസ്ഥയിലേക്ക് വരാം. അപ്പം നമ്മൾ എപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ സൂക്ഷിച്ചായിരിക്കണം. മനസ്സിലാക്കുക, പണം എന്ന് പറയുന്നത് ഒരു മീഡിയം മാത്രമാണ്. അത് നമ്മുടെ മനോഭാവത്തെ കാണിക്കുന്നു, നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവത്തെ അത് കാണിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തോടുള്ള മനോഭാവത്തെ അത് നമ്മൾ പണം ചെലവാക്കുന്നതും പണം സമ്പാദിക്കുന്നതും അത് ഏത് രീതിയിലൊക്കെ നമ്മൾ അതിനോട് കാട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ആത്മീയത്തെ കാണിക്കുന്നതാണ്, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പണം എന്ന് പറയുന്ന ആ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിന് നമ്മളെ മേലുള്ള ഇൻഫ്ലുവൻസ്. എന്നാൽ ഇതിനെ ഒരു ടൂളായി നമുക്ക് കാണാൻ പറ്റും, ഇതിനെ പ്രയോജനമുള്ള ഒന്നായി നമുക്ക് കാണുവാൻ പറ്റും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുമ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ആളുകളോട് പറയുക, തീമോഥെയോസ് എന്ന് പറയുന്ന പാസ്റ്ററോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ലോകത്തിലുള്ള ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും. അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അതല്ലേ പറഞ്ഞത്, യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ആരെയും വിധിക്കുന്നവരായിട്ട് തീരുക. അവരെന്തോ ഉന്നതരാണ്, അവർക്കെല്ലാ കാര്യങ്ങൾക്കും സേ ഉണ്ട്. ഒരു സഭയെടുത്ത് നോക്കിയാലും പലപ്പോഴും പണമുള്ള ആളുകളാണ് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് അവർക്കൊരു സേ ഇല്ല. സമൂഹത്തിലാണെങ്കിലും പണത്തിന് അങ്ങനൊരു മനോഭാവമുണ്ട്, അവർ പറയുന്നതാണ് ശരി. അപ്പം ഉന്നത ഭാവം കൂടാതെ ഇരിക്കണം. ഈ ഡേഞ്ചറിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉന്നത ഭാവം കൂടാതെ ഇരിക്കണം.
പിന്നെ അത് മാത്രമല്ല, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. കാരണം ഈ പണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമുക്കുണ്ടാകാം, നാളെ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകാം. അപ്പം നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കണം. പുട്ട് യുവർ ഹോപ്പ് ഇൻ ഗാഡ്, നോട്ട് ഓൺ മണി. നമുക്ക് ദൈവം ധാരാളമായി എല്ലാ കാര്യങ്ങളും തന്ന് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി ദൈവം തരുന്നൊരു കാര്യമാണ്. തെറ്റായ മാർഗത്തിലൂടെ നമ്മളത് ഉണ്ടാക്കരുത്. ദൈവം നമ്മുടെ അധ്വാനത്തിൻ്റെ ആ ഫലം നമുക്ക് നൽകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്, ഹല്ലേലൂയ, ദൈവത്തിൽ നമ്മൾ ആശ വയ്ക്കുന്നവരായിരിക്കണം. നോട്ട് ഇൻ മണി. നമ്മൾ പണത്തിലല്ല ആശ വയ്ക്കേണ്ടത്. പണം ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധിക്കാം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകരുത്. അടുത്ത പറഞ്ഞേക്കുന്നത് നന്മ ചെയ്യുവാനും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, നീതിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, നീതിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, അതിന് നമ്മൾ മനസ്സ് വയ്ക്കണം. സൽപ്രവർത്തിക്കായി സമ്പന്നരായി, സൽപ്രവർത്തികളിൽ സമ്പന്നരായി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല പ്രവർത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരെ കരുതുകയും മറ്റുള്ളവർക്ക് ആശ്വാസമാകുകയും നമ്മുടെ പണം കൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ കണ്ണുനീരൊപ്പുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതി. അപ്പം സൽപ്രവർത്തികൾ സമ്പന്നരായി, ദാനശീലരും ഔദാര്യമുള്ളവരുമായി, ധാരാളം കൊടുക്കുവാൻ തക്കോണമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. സാക്ഷാലുള്ള ജീവനെ പിടിക്കേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പം ഈ പണം കൊണ്ട് നമുക്ക് വരുവാനിരിക്കുന്ന ലോകത്തിൽ നമുക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ തക്കോണം സാധിക്കും. അപ്പം ഇതൊക്കെ ചെയ്യാത്ത ഒരാൾ സഭയിൽ വരുന്നുണ്ടായിരിക്കാം. ഇതൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുന്ന വാക്കുകളാണ്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള കാര്യം ഇതാ. അപ്പം ദൈവമക്കൾക്ക് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. പണം ഉണ്ടാക്കണ്ട, അധ്വാനിക്കണ്ട എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും തിമോഥെയോസിനോട് അങ്ങനെ പറയുകയില്ല. പണം നിശ്ചയമായിട്ടും ഒരു മീഡിയമാണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ധാരാളം വിതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിതയ്ക്കുവാൻ വേണ്ടി നമ്മളതിനെ ഉപയോഗിക്കണം. അത് ദൈവരാജ്യത്തിനും നമുക്കും അനുഗ്രഹമായി തീരും. നമ്മൾ ആവശ്യമില്ലാതെ പണത്തിൽ നമ്മൾ ആശ്രയിക്കുന്നവരായി നമ്മൾ തീരത്തില്ല. മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായിട്ട് നമ്മൾ തീരും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും കരുതുന്നവരുമായിട്ട് നമുക്ക് തീരുവാനിടയായി തീരും. അതേപക്ഷെ നമ്മളിതെല്ലാം എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നിശ്ചയമായിട്ടും നമുക്ക് ദോഷത്തിന് കാരണമാകും. ദൈവവചനം ഒരിക്കലും അധ്വാനത്തിനും നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപൂർവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും എഗൻസ്റ്റ് അല്ല. ദൈവവചനം ഒരിക്കലും നമ്മളോട് ബിസിനസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. ദൈവവചനം ഒരിക്കലും നമ്മളോട് ഒരു കാരണവശാലും പണം സമ്പാദിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പണത്തിന് ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ കുഴപ്പങ്ങൾ നമ്മുടെ മേൽ വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വലിയൊരു സത്യമാണ് പറയുന്നത്. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വയ്ക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സമ്പാദ്യമെങ്കിൽ നിശ്ചയമായിട്ടും അത് ദോഷത്തിലേ നമ്മളെ കൊണ്ട് ചെല്ലത്തുള്ളൂ. എന്നാൽ ഇതെല്ലാം നൽകുന്ന ദൈവമാണെന്നും നമ്മളെപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞു വരുന്നവരായി, സൽപ്രവൃത്തികളിൽ വർദ്ധിച്ചു വരുന്നവരായി, നന്മ ചെയ്യുന്നവരായി, കർത്താവിനെ സെർവ് ചെയ്യുന്നവരായി തീരുകയാണെങ്കിൽ പിന്നെയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും അത് മാത്രമല്ല നമ്മുടെ ധനം അത് വളരെ വർദ്ധിക്കുവാനും അനേകർക്ക് പ്രയോജനമായി തീരുവാനും ഇടയായിത്തീരും. അപ്പം ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാകണം എന്നുള്ളതും ഈ ഒരു ഭാഗം
വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ വില കൂടിയ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്, വില കൂടിയ കാറുകളൊന്നും വാങ്ങിക്കരുത്. ദൈവം തരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഉപയോഗിക്കുക. പക്ഷെ ഒരിക്കലും അതിൽ ആശ വയ്ക്കുന്നവരായി നമ്മൾ തീരരുത്. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം വളരെ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. തൻ്റെ ഭവനത്തിൽ തന്നെ 318 അഭ്യാസികളും അവരുടെ കുടുംബങ്ങളും എന്ന് വേണ്ട ശരിക്കും ആളുകൾ നിറഞ്ഞ വലിയൊരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റേത്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ താൻ കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവം അടിസ്ഥാനമിട്ടതും ശില്പിയുമായിട്ടുള്ള ആ നഗരത്തെ നോക്കി താൻ പാർത്തു. ഒരു പരദേശിയെപ്പോലെ താൻ പാർത്തു. അതാണ് ശരിക്കുമുള്ള ഒരു മൈൻഡ് സെറ്റ്. പണം നമുക്ക് തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുമ്പം നമ്മുടെ മൈൻഡ് സെറ്റ് അതായിരിക്കണം. ഞാനൊരു പരദേശിയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ്, ഇതെനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരനുഗ്രഹം, നിത്യതയിൽ എനിക്ക് സമ്പത്തുള്ളവനായി തീരുവാൻ തക്കവണ്ണം എനിക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഭരിക്കണം. പലപ്പോഴും പല ആളുകളും ആ ചിന്താഗതിക്ക് വ്യത്യാസം വരുമ്പോൾ പിശാച് അതിനെ മുതലെടുക്കും. പിശാച് ആ കാര്യങ്ങളെ മുതലെടുക്കും. അത് ക്രമേണ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ കാരണമായി തീരും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുമോ എന്നുള്ളൊരു കാര്യം പറയുമ്പം താന് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതിന് തുല്യമാണ് എന്നുള്ള വേയിൽ താനത് പറയുന്നതിൻ്റെ ഒരു കാരണം ഇമ്പോസിബിൾ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്, മറിച്ച് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണത്തിന് അത്രമാത്രം ശക്തിയുണ്ട്, പണത്തിന് അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്. നല്ല ഒരു വിശ്വാസിയെ അവിശ്വാസിയാക്കി കളയുവാൻ, നല്ല ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് യേശുവിൻ്റെ വിശ്വാസത്തെ എടുത്തു കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാ പണമെന്ന് പറയുന്നത്. അപ്പം പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയും അതൊരിക്കൽ പോലും നമ്മുടെ വിശ്വാസത്തെയോ തകർത്ത് കളയുവാൻ കാരണമാകാതെ ദൈവത്തോടെ കൃപയും ജ്ഞാനവും ചോദിച്ച് വരുവാനിരിക്കുന്ന ലോകത്തിൽ നിക്ഷേപമുണ്ടാക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ഈ പോർഷൻ ഇവിടെ നിർത്തുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. അടുത്ത ഭാഗം അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ദൈവീയ കൃപകൾ നിറഞ്ഞവരായി, അധ്വാനശീലമുള്ളവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, മറ്റുള്ളവർക്ക് അവരുടെ കണ്ണുനീരൊപ്പുവാനും അവരോട് അനുകമ്പ കാണിക്കുവാനും നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഏൽപ്പിക്കാം. വിശ്വാസത്തിൽ വർധനമുള്ളവരായി നമുക്ക് തീരാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വളരെ ചുരുക്കമായി കർത്താവെ ഞങ്ങളുടെ വചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളോട് അങ്ങയുടെ ദാസനിലൂടെ സംസാരിച്ച ആ ദൂത് ഒന്നുകൂടെ ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളെല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം ഒരു കാരണവശാലും അത് മങ്ങിപ്പോകുവാൻ ഒരു കാരണവശാലും ഇടയാകല്ലേ കർത്താവെ. ഞങ്ങൾക്ക് നൽകുന്ന ധനം അതിൽ ഞങ്ങൾ ആശ വയ്ക്കാതെ വണ്ണം അങ്ങയിൽ ആശ വയ്ക്കുകയും വരുവാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി ഞങ്ങൾ നിക്ഷേപം കരുതുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണം. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാകണം. പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.